നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ വാഹന പരിശോധനയ്ക്കിടെ കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയും പോലീസിനെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ജില്ലാ കളക്ടറിൽ നിന്ന് അടിയന്തര റിപ്പോർട്ട് തേടി. കണ്ണൂർ സ്വദേശി എം ഹമീദ് കുട്ടി നൽകിയ പരാതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയത്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കറാണ് റിപ്പോർട്ട് തേടിയത്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ ജനപ്രതിനിധികളുടെ പദവി റദ്ദാക്കണം. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് കുറ്റകൃത്യമാണ്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ അറിയാവുന്ന ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിച്ച ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പരാതി നൽകിയത്. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിലമ്പൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെയും ഷാഫി പറമ്പിൽ എംപിയുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഷാഫിക്കും രാഹുലിനും പുറമെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും വാഹനത്തിലുണ്ടായിരുന്നു. ഷാഫി പറമ്പിലായിരുന്നു വാഹനം ഓടിച്ചത്. നേതാക്കളോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥർ വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി പുറത്തേക്കെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉദ്യോഗസ്ഥരോട് കയർക്കുകയായിരുന്നു. പൊട്ടിമുളച്ചിട്ട് MLAയും MP യും ആയതല്ല എന്നും ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നതെന്നും ഉദ്യോഗസ്ഥരോട് ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നു. UDFന്റെ വാഹനങ്ങൾ തിരിഞ്ഞുപിടിച്ച് പരിശോധിക്കുകയാണെന്നും വേഷം കെട്ടരുതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. CPIMന്റെയും പണി ചെയ്യുകയാണെങ്കിൽ അത് ചെയ്താൽ മതിയെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം എന്നും ഓർത്ത് വെച്ചോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്. അതേസമയം നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളുടെ വാഹനം തടഞ്ഞ് പോലീസ് പരിശോധിച്ചതിൽ പ്രതികരിച്ച് മന്ത്രി V ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു.